ഒരു വളരെ നല്ല ഫീച്ചർ എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. ഒന്ന്, നമ്മൾ ലെഗ് ഹോവർ ചെയ്യുന്നു അതിൻ്റെ താഴെ. നമസ്കാരം. വോൾവോ ഇന്ത്യൻ മാർക്കറ്റിലെ പെട്രോൾ സെഗ്മെൻറ്റിലേക്ക് ഫൈനലി കടന്നിരിക്കുന്നത് XC40 വെച്ചിട്ടാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് BS6 എമിഷൻ നോംസ് ചേഞ്ച് ആയി എന്നുള്ളതാണ്. അപ്പോൾ വോൾവോയുടെ എൻട്രി ലെവൽ സെഗ്മെൻറ്റിലുള്ള കോമ്പാക്ട് ലക്ഷറി SUV ആയ XC40നെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മോട്ടോർ ഹെഡ് ഗേളിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. XC40യുടെ കോമ്പറ്റേറ്റേഴ്സ് BMW X1, Audi Q3യും Mercedes GLAയുമാണ്. നമ്മളിതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് നോക്കുമ്പം XC90ആയിട്ട് വളരെ സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ഇതിനൊരു യൂത്ത്ഫുൾ സ്പോർട്ടിനെസ് ഉണ്ട്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡിസൈൻ ട്രിംസ് ആണ്. വിച്ച് മീൻസ് ഇവിടുത്തെ ക്രോമിന് പകരം ബ്ലാക്ക് ആക്സൻസ് വന്നു. റൂഫ് ടോപ്പ് കോൺട്രാസ്റ്റ് റൂഫ് ടോപ്പാണ്. പിന്നെയുള്ളത് സ്പോർട്ടി ലുക്കിംഗ് വീൽസ് ആണ്. XC40 എൻട്രി ലെവൽ സെഗ്മെന്റ് ആണെങ്കിലും ഇതിന് സ്റ്റോക്ക് ആയിട്ട് തന്നെ വരുന്നത് പിറേലിയുടെ 18-inch 235/55 ടയേഴ്സ് ആണ്. The black grills in the front is flanked by Thor hammer headlamps. നമ്മൾ ഈ ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ S90യോടും XC90യോടും വളരെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ എന്നാലും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഡിസ്പ്ലേ സെക്ഷനും AC വെൻസും വെർട്ടിക്കൽ AC വെൻസും S90യോടും XC90യോടും സിമിലർ ആണ്. പക്ഷേ ഇതിനൊരു യൂത്ത്ഫുൾ സ്പോർട്ടിനെസ് ഇൻറ്റീരിയറിലും വന്നിട്ടുണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പം ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട് ഇൻബിൽട്ട് ആയിട്ട്. സോ യു ക്യാൻ കണക്ട് വിച്ച് എവർ ഫോൺ ദാറ്റ് യു ഹാവ്. ഒരു ഡിസൈൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡാഷിലും സൈഡ്സിലുള്ള പ്ലാസ്റ്റിക് ടെക്സ്ചേർഡ് ഡിസൈൻസ് ആണ്. സീറ്റ്സ് എന്ന് പറയുന്നത് ലെതർ ആൻഡ് അൽക്കാൻഡ്ര ആണ് വിത്ത് എ ഡബിൾ സ്റ്റിച്ച് ഡിസൈൻ. സപ്പോർട്ടീവ് ആയിട്ടുള്ള വിങ്സും ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. ഒരു വളരെ നല്ല ഫീച്ചർ എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. വളരെ വലിയ സ്മാർട്ട് ഫോൺ തന്നെ ഫിറ്റ് ആകുന്ന രീതിയിലാണ് ഇതുള്ളത്. പിന്നെ അതിനോട് അടുപ്പിച്ചത് തന്നെ ഗിയർ ഷിഫ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്രാവശ്യം പാർക്ക് ഒരു സിംഗിൾ ടച്ച് ബട്ടണായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ന്യൂട്രലും റിവേഴ്സും എല്ലാം ഡയറക്റ്റ് പാർക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ടച്ചായിട്ട് അത് പറ്റും. പിന്നെ മാനുവൽ മോഡിലേക്ക് ഇടുകയാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് സ്റ്റിയറിംഗ് വീലിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഡ്രൈവർ പ്രൊഫൈൽസ് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. അപ്പം ഓരോ ഡ്രൈവറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും റിയർ വ്യൂ അഡ്ജസ്റ്റ്മെൻറ്റും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ 2 മെമ്മറി പ്രൊഫൈൽസേ ഉള്ളൂ, അൺലൈക്ക് XC90 വിച്ച് ഹാഡ് 3 പ്രൊഫൈൽസ്. ഹാർമൻ കാർദോൺ സൗണ്ട് സിസ്റ്റം ആണ് ഇതിലുള്ളത്. ദ സ്മോളർ സ്പീക്കേഴ്സ് ഓൺ ദ ഡോർ ഹാവ് ബീൻ മൂവ് ടു ദ ഡാഷ്. ഡോറിൽ കൂടുതൽ സ്പേസ് ഉണ്ടാവാൻ വേണ്ടി. ഫ്രണ്ട് പാസഞ്ചർ സീറ്റിലെ എയർ ബാഗ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറകിലേക്ക് വന്നിരിക്കുമ്പം ഭയങ്കര സ്പേഷ്യസ് ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആവശ്യത്തിനുള്ള സ്പേസ് പുറകിലുണ്ട്. ഈ സീറ്റിൻ്റെ ലെങ്ത്ത് കുറച്ചൊരു ലാക്കിംഗ് ആയിട്ട് തോന്നും തൈ സപ്പോർട്ടിന്. ടോൾ പീപ്പിളിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാനൊരു സാധ്യതയുണ്ട്. നമ്മൾ ഈ വിൻഡോയിലേക്ക് വരുമ്പം ഇവിടെയുള്ള ഈ കട്ടിങ് ഒരു സ്പേസിന് ഒരു ലിമിറ്റഡ്നെസ് ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഓൾ ടുഗെദർ. ഇപ്പോൾ ഈ ബാക്ക് സീറ്റിൽ 3 സീറ്ററായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് താഴേക്ക് കൊണ്ടുവന്നിട്ട് സുഖമായിട്ടിരിക്കാം. കപ്പ് ഹോൾഡേഴ്സും ഉണ്ട് ഇതിൽ. ഈ ബാക്ക് സീറ്റിലുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് AC വെൻസിൻ്റെ താഴെയായിട്ട് ഒരു USB പോർട്ട് ഉണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ USB പോർട്ടില്ല, C ചാർജറാണ്. പാനോറമിക് സൺറൂഫ് ഉണ്ട്. ഇറ്റ് നൈസ്ലി ലൈറ്റ്സ് അപ്പ് ദി ഇൻറ്റീരിയേഴ്സ്. XC40യുടെ പവർ ടെയിൽ ഗേറ്റ് നമുക്ക് 3 രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഒന്ന്, നമ്മൾ ലെഗ് ഹോവർ ചെയ്യുന്നു അതിൻ്റെ താഴെ. രണ്ടാമത് ആ ബൂട്ടിൻ്റെ സ്പേസിൻ്റെ അവിടെ തന്നെയുള്ളൊരു ബട്ടൺ ഞെക്കിയിട്ട് നമ്മൾ തുറക്കുന്നു. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഫോബിലുള്ള ബട്ടണാണ് വിച്ച് വി ക്യാൻ പ്രസ് ഫ്രം എ ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ. ബൂട്ട് വളരെ ക്ലെവർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക്
ചെറിയ ബാഗ്സ് മാത്രമേ ഉള്ളെങ്കിൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ബാഗ്സ് ഇവിടെ ഹുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ബൂട്ട് ക്ലോസ് ചെയ്യാൻ ഇതിൻ്റെ മുകളിലുള്ള 2 ബട്ടണാണുള്ളത്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് ചുമ്മാ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ക്ലോസ് ആൻഡ് ലോക്ക് ദ വെഹിക്കിൾ. അതേപോലെ തന്നെ ഹോവർ ചെയ്തും കീ ഫോബെന്നും ഉള്ള ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ബൂട്ട് ക്ലോസിങ്ങിനും ഉണ്ട്. ഇതിൻ്റെ ഡ്രൈവ് വളരെ സ്മൂത്തും കംഫർട്ടബിളുമാണ്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പം സഡനായിട്ടുള്ള പവർ സർജ് എന്ന് പറയാനൊന്നും തന്നെ ഇല്ല. ഒരു വളരെ സ്മൂത്തായിട്ട് ഒരു മിഡ് റേഞ്ചിൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ പറ്റും. വോൾവോയുടെ പുതിയ പ്ലാറ്റ്ഫോമായ CMAയിലാണ് XC40 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ മീറ്റർ ആണ്, വിച്ച് ഇസ് ലെസ്സർ കമ്പയർഡ് ടു ഇറ്റ്സ് ഡീസൽ കൗണ്ടർ പാർട്ട്. പിന്നെ ഇതിൻ്റെ XC90 ആയിട്ടുള്ള വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേയുടെ താഴെയായിട്ടുള്ള ബട്ടണായിട്ടാണ്. അപ്പം സെയിം ഡ്രൈവ് മോഡ്സ് ആണുള്ളത്: ഇക്കോ, കംഫർട്ട്, ഡൈനാമിക് ആൻഡ് ഓഫ് റോഡ്. പക്ഷേ ഓഫ് റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി നെയിം സേക്കാണ്. കാരണം ദിസ് വെഹിക്കിൾ ഇസ് നോട്ട് ഓൾ വീൽ ഡ്രൈവ്. ഇതിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. സോ ഓഫ് റോഡ് മോഡ് ഡസ് നോട്ട് മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ്. ഇതിൻ്റെ റഡാർ ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ നല്ല സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് കൊളീഷൻ അവോയ്ഡൻസ് എന്നുള്ളതാണ്. അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഹൈ സ്പീഡിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലൊരു വണ്ടി കൊളീഷൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ വന്ന് നമുക്കൊരു എക്സിറ്റ് പോയിന്റ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ വണ്ടി അത് സ്കാൻ ചെയ്ത് നമുക്കൊരു ഓൾട്ടർനേറ്റ് റൂട്ട് കാണിച്ചു തരും കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Another thing that strikes you when you're driving is that the steering wheel has a very nice fluid motion to it. ഇതൊരു എൻട്രി ലെവൽ SUV ആണെങ്കിലും വോൾവോയുടെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൽ ഇൻബിൽറ്റ് ആണ്. ഓട്ടോമാറ്റിക് പാർക്കിംഗ് അസിസ്റ്റ്, ഹാൻഡ്സ് ഫ്രീ ലെയിൻ അസിസ്റ്റ്, കൊളീഷൻ അവോയ്ഡൻസ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വോൾവോ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. $40 lakhs എക്സ് ഷോറൂം പ്രൈസിലുള്ള XC40 ഈ സെഗ്മെൻറ്റിൽ ചീപ്പാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത് എന്നുള്ളതും ഇതിൽ വളരെയധികം ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതും ഇതിനൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്.